ഹലോ എവ്രി വൺ. വെണ്ടയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ബിണ്ടി മസാലയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിനുവേണ്ടി നീളത്തിൽ മുറിച്ച വെണ്ടയ്ക്ക ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒരുവിധം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ പച്ച കളർ മാറാതെ വേണം വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് അത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തതിന് ശേഷം ജീരകം ഇട്ട് പൊട്ടിക്കാം. അതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഉപ്പും ചേർക്കാം. അതൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇതിനി ഒന്ന് ഇളക്കി വേവിക്കാം. അതിനുശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബിണ്ടിയും അതും കൂടി ചേർക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു 2-3 മിനിറ്റും കൂടെ അടച്ചു വേവിക്കാം. വെണ്ടയ്ക്ക വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല, ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്ത കസൂരി മേത്തിയാണ്, അതായത് ഉണങ്ങിയ ഉലുവയുടെ ഇല. ഇതാണ് ഈ ഒരു റെസിപ്പിയുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയാം. കാരണം ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വേറെ ലെവലിലേക്ക് മാറും. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.